നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാക്ഷാൽ ദേവാദിദേവനായ മഹാദേവൻ്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര. ഈ വർഷം ജനുവരി 13-നാണ് തിരുവാതിര വരുന്നത്. ഈ ദിവസം ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലുമൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ദിവസത്തെ കരുതിപ്പോരുന്നത്. വ്രതങ്ങളിൽ വെച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വ്രതം കൂടിയാണ് തിരുവാതിര വ്രതം. അപ്പോൾ തിരുവാതിര വ്രതം എടുക്കുന്നതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനത്തോടുകൂടി പറയുന്നതാണ്. അതിനു മുന്നേ ഈ തിരുവാതിര മുതൽ, അതായത് ജനുവരി 13-ാം തീയതി മുതൽ മഹാദേവൻ്റെ അനുഗ്രഹം വളരെ വലിയ തോതിൽ ഈ വർഷം, അതായത് അടുത്ത വർഷം വരെ, അടുത്ത തിരുവാതിര വരെ സിദ്ധിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അതായത് 4 നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ച് കൂടി പറയുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക. തിരുവാതിര വ്രതത്തോടനുബന്ധിച്ച് ഉള്ള പിന്നീടുള്ള ആ ഒരു വർഷക്കാലം മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന 4 നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് പൊതുവെ 2025 വളരെ ഫലപ്രദമായ ഒരു വർഷം കൂടിയാണ്. ഇതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയത്തിനാണ് 2025 നാന്ദി കുറിച്ചത്. പ്രത്യേകിച്ച് പറയുന്ന ഈ ജനുവരി 13-ാം തീയതി മുതൽ അതൊക്കെയും മഹാദേവൻ്റെ, ദേവാദിദേവനായ സാക്ഷാൽ മഹാദേവൻ്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദേവനായ നിങ്ങളുടെ മഹാദേവൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം സിദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ മനോകാമനകൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഒരു വേളയിൽ. മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള, മുന്നേയുള്ള വർഷങ്ങളിൽ നടക്കാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ, അതായത് ഈ തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര മുതലുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും സാക്ഷാൽ മഹാദേവൻ. അതോടൊപ്പം തന്നെ ജോലി ലബ്ധി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അത് തുടർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് തന്നെ വേറൊരു ജോലി ഉടൻ തന്നെ സിദ്ധിക്കുകയും, അതല്ല ജോലിക്കായി ഒരു ജോലിയും സിദ്ധിച്ചില്ല, പഠിത്തം കഴിഞ്ഞ് ഒരുപാട് നാളെ കാത്തു നിൽക്കുകയാണ് ജോലിക്ക് വേണ്ടി, ഇതുവരെയും ജോലി സിദ്ധിച്ചിട്ടില്ല എന്ന് വിഷമിക്കുന്നവർക്കും പരിഹാരം എന്നോണമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര വരുന്നത്. അതിനുശേഷം നല്ല സമയമാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ മികവ് പുലർത്താനായി ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെ നല്ലൊരു സമയമാണ്. അതായത് 2025 കാർത്തികയ്ക്ക് വളരെ നേട്ടത്തിൻ്റെ ഒരു സമയം തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു സമയത്തിന് ശേഷം ആ നേട്ടം അധികരിച്ചു വരുന്നതും ആയിരിക്കും. ആയില്യമാണ് അടുത്ത നക്ഷത്രം. രോഗമുക്തിയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ജനുവരി 13-ന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളാൽ നിങ്ങൾ വലയുകയാണ്, വളരെ വലിയ ബുദ്ധിമുട്ട്, ഉറക്കമില്ല, ശാരീരിക വേദനകൾ, മനപ്രയാസങ്ങൾ തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചു പോരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ രോഗമുക്തി ഉണ്ടാകുന്നതിലൂടെ തന്നെ പല വിധേന നിങ്ങളെ ബാധിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. വളരെ ആരോഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. മികച്ചൊരു ആരോഗ്യം എന്നത്, ആരോഗ്യമാണ് ഏറ്റവും വലിയൊരു ധനം കൂടി. അതായത് എന്തെല്ലാം കയ്യിലുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ഇതൊന്നും നമ്മൾക്ക് ഉപയോഗത്തിൽ വരുന്നതല്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നല്ല മികച്ച ആരോഗ്യം കൂടി ഭഗവാൻ മഹാദേവൻ്റെ കരുതലാൽ സിദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതുഗൃഹവാസം കൂടി ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം. അതോടൊപ്പം തന്നെ സഹായങ്ങൾ സിദ്ധിക്കും. അതായത് സഹായം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളോട് പോയി ചോദിച്ച് എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല, ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലോണുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. കാരണം സമ്പത്ത് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്തപ്പെടേണ്ട കൂടി അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ സ്നേഹത്താൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വഴി കൂടി മഹാദേവൻ നിങ്ങൾക്കായി ഈ 2025 ഒരുക്കുന്നുണ്ട്. അവിട്ടമാണ് അടുത്ത നക്ഷത്രം. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് വളരെ സന്തോഷത്തോട് തുടങ്ങുകയാണെങ്കിൽ പാതി വഴിയിൽ പോയ ഒരുപാട് കെട്ടിട നിർമ്മാണങ്ങളൊക്കെയും നമ്മൾക്കറിയാവുന്നതാണ്. ഓരോരുത്തരും നമ്മളോട് പറയാറുണ്ട്, വീട് പണി പാതി വഴിയിലായി, പിന്നെ അങ്ങോട്ട് തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ അവിട്ട നക്ഷത്രക്കാർക്ക് അങ്ങനെ നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പുതിയൊരു ഗൃഹം, സ്വന്തമായൊരു ഗൃഹം എന്ന ആഗ്രഹം കൂടി ഈ ഒരു അവസരത്തിൽ മഹാദേവൻ പൂർത്തീകരിച്ചു തരുന്നതാണ്. ഭക്ഷണ സുഖം കൂടി ശ്രദ്ധിക്കുന്നതാണ്. ഇഷ്ടഭക്ഷണം, ഏത് ഭക്ഷണം കാണുമ്പോഴും നാവിലൊരു കൊതി വരുന്ന, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ അത് കഴിക്കാൻ കൂടി ഒരു ഭാഗ്യം വേണം. ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹം സിദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്കത് കഴിക്കാൻ സാധിക്കൂ. ഇന്നത്തെ കാലത്ത് ഷുഗർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പോലും അകന്ന് നമ്മൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അകന്ന് നല്ലൊരു ഇഷ്ടഭക്ഷണം കഴിച്ച് അതിൽ നിന്നൊരു നിർവൃതി ഉണ്ടാവുക എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ ഈ ഒരു 2025 ഇഷ്ടഭക്ഷണ സുഖം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ബന്ധു സമാഗമം സിദ്ധിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ വിധേന ബന്ധുക്കളാൽ അകന്നു കഴിയുന്നവർക്ക്, അത് വിധേന മനോവിഷമം അനുഭവിക്കുന്നവർക്കൊക്കെ അതൊക്കെ മാറി ഭഗവാന്റെ കൃപ കൊണ്ട് ആ ബന്ധു സമാഗമം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പുരോഗതിയുടെ സമയമാണ്. പുതിയൊരു വാഹനം എന്ന നിങ്ങളുടെ ഒരു സ്വപ്നം, ഒരുപാട് നാളത്തെ ആ സ്വപ്നം കൂടി പൂവണിയുന്ന സമയത്തിനാണ് ജനുവരി 13 മുതൽ നാന്ദി കുറിക്കാനായി പോകുന്നത്. മൂലമാണ് അടുത്ത നക്ഷത്രം. വിദേശ ഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നതൊന്നും ഞാനിപ്പോൾ പറയുന്നത് മാത്രമല്ല. നിങ്ങൾ പറയാറുണ്ട്, വെറുതെ ഇങ്ങനെ പറയുകയാണ്, എന്താണ് ഇതിനൊരു അടിസ്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ, ഇതിനൊക്കെ അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഈ ഒരു ദിവസങ്ങൾ, അതായത് 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് പതിയെ അത് പെട്ടെന്നൊരു നിമിഷം നമ്മുടെ പെട്ടി നിറയെ പണം വരുമെന്നതല്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം എന്നോണം വെച്ചടി ഓരോ ചുവട് വെക്കുമ്പോഴും അത് വിജയത്തിൽ കലാശിക്കും. ഇപ്പോൾ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടത്തിൽ കലാശിച്ച അവസ്ഥ മാറും. പതിയെ മാറി നിങ്ങൾക്ക് നേട്ടത്തിലേക്ക് എത്താനായി നിങ്ങളുടെ ആഗ്രഹങ്ങളോട് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കും. ഇതൊക്കെ അടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോഴും വെറുതെ കൈയും കെട്ടി ഇരിക്കുകയല്ല. നിങ്ങളാൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഭഗവാൻ കൂടി നോക്കിക്കൊള്ളും. കയ്യിൽ ധനം വന്നു ചേരുന്ന ഒരു സമയത്തിനാണ് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഈ 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. വീട് പണിയൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാനും സ്വന്തം ഗൃഹത്തിൽ സന്തോഷത്തോടു കൂടി വസിക്കാനൊക്കെയുള്ള ഭാഗ്യം കൂടി മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണ ലബ്ധി കൂടി നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. വളരെ ഭാഗ്യത്തിൻ്റെ സമയം കൂടിയാണ് 13-ാം തീയതി മുതൽ ഈ മൂലം നക്ഷത്രക്കാർക്കും ആരംഭിക്കാനായി പോകുന്നത്. ജനുവരി 13 മുതൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഭാഗ്യം സിദ്ധിക്കുന്ന 4 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി അല്പം വ്രതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി, തിരുവാതിര വ്രതം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനു പിന്നിലുള്ള ഐതിഹ്യം എന്തൊക്കെയാണെന്നത് കൂടി പറഞ്ഞു തരാം. ഏവർക്കും അറിയുന്നതാണ്, വ്രതങ്ങളിൽ വെച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. മഹാദേവനും സാക്ഷാൽ പാർവതി ദേവിയും തമ്മിൽ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിനത്തിലാണെന്നതാണ് വിശ്വാസവും. ഭഗവാൻ ശ്രീ പരമേശ്വരൻ മകയിരം നാളിലായിരുന്നു കാമദേവനെ പുനർജീവിപ്പിച്ചത്. അപ്പോൾ ശ്രീ പരമേശ്വരൻ തൻ്റെ പതിദേവനായി ലഭിച്ചതിൽ സന്തോഷാധിക്യത്താൽ ശ്രീ പാർവതി ദേവി കാനനത്തിൽ ആനന്ദ നൃത്തമാടി, കായ്കനികൾ ഭക്ഷിച്ചു, മധുരമായി ഗാനാലാപനം നടത്തി, തൻ്റെ ഇടതൂർന്ന കേശം നിറയെ പുഷ്പങ്ങളാൽ അലങ്കരിച്ചു. തെളിഞ്ഞ ജലത്തിൽ തൻ്റെ തളിർമേനി വാസനപ്പൊടികൾ തേച്ച് നീരാടുകയും ഒപ്പം വെറ്റില ചവച്ച് ഊഞ്ഞാലാടി മായാലോകത്തിലെന്നോണം ആനന്ദിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായാണ് മകയിരവും തിരുവാതിര നാളും ചേർന്ന് രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നത്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനായും തങ്ങളുടെ മക്കളുടെ അഭിവൃദ്ധിക്കും കീർത്തിക്കുമായും അവിവാഹിതരായ യുവതികൾ ഉത്തമ ഇണയെ ലഭിക്കുന്നതിനായുമാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത്. ഇങ്ങനെ തിരുവാതിര വ്രതം എടുക്കുക നിമിത്തം ഇഷ്ടവിവാഹം നടക്കുന്നതാണ്. ഉത്തമ ദാമ്പത്യമുണ്ടാവുകയും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുകയും തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി അടിക്കടി ഉണ്ടാവുകയും കീർത്തി, കുടുംബ മഹിമ എന്നിവയുണ്ടാവുകയും ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം സിദ്ധിക്കുകയും അപകടങ്ങളിൽ നിന്നൊക്കെ ഭഗവാന്റെ ഒരു കരുതൽ, അതായത് അപകട മുക്തി ഉണ്ടാവുകയും ദീർഘായുസ് എന്നിവയുമാണ് ഫലമായി വരുന്നത്. തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ മുടിയിൽ ദശപുഷ്പം ചൂടുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ ദശപുഷ്പങ്ങളും അതിൻ്റെ ഫലങ്ങളും പറഞ്ഞു തരാം. കറുക. ദശപുഷ്പങ്ങൾ ആദിത്യനാണ് കറുകയുടെ ദേവനായി വരുന്നത്. വ്യാധികൾ ശമിപ്പിക്കും. അടുത്തതായി വിഷ്ണുക്രാന്തി. ശ്രീകൃഷ്ണനാണ് ദേവത. മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ്. തിരുതാളി. ലക്ഷ്മിയും ദുർഗയുമാണ് ദേവതകൾ. ഐശ്വര്യം സിദ്ധിക്കും. പൂവാങ്കുരുന്നില്ല. ബ്രഹ്മദേവനാണ് ദേവത. ദാരിദ്ര്യം ശമിപ്പിക്കും. കയ്യൂന്നി. ശിവനാണ് ദേവത. ഭർത്തൃ സുഖം സിദ്ധിക്കും. നിലപ്പന. ഭൂമിദേവിയാണ് ദേവത. ജന്മ സാഫല്യം സിദ്ധിക്കുന്നതിനായി സഹായിക്കും. ഇനി ഒഴിഞ്ഞ. ഇന്ദ്രനാണ് ദേവത. അഭീഷ്ട സിദ്ധിഫലം. ചെറുള. യമനാണ് ദേവത. ദീർഘായുസ്. മുയൽ ചെവിയൻ. കാമദേവൻ, ചന്ദ്രൻ എന്നിവരാണ് ദേവത. സൗന്ദര്യം സിദ്ധിക്കും. ഇതൊക്കെയാണ് തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ തലയിൽ ദശപുഷ്പം ചൂടിയാൽ ലഭിക്കുന്ന ഫലങ്ങൾ. ഏവർക്കും ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കട്ടെ. നന്ദി.